മൂന്നാമത്തെ ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. ഇപ്പോൾ പത്തനംതിട്ട എയർ ക്യാമ്പിൽ ചോദ്യം ചെയ്യുകയാണ്. കുറച്ചധികം സമയമായി ചോദ്യം ചെയ്യൽ നടക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേധാവി ജി പൂങ്കുഴലിയും എയർ ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞു. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധമെന്നാണ് രാഹുലിന്റെ ആദ്യ മൊഴി. കേസിൽ മെഡിക്കൽ രേഖകളും ഭ്രൂണഹത്യയ്ക്ക് ശേഷമുള്ള സാമ്പിളും പരാതിക്കാരി SITക്ക് കൈമാറി നൽകിയിട്ടുണ്ട്. എയർ ക്യാമ്പിൽ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൂന്നാമത്തെ ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട്, ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പാണ് SITയുടെ നേതൃത്വം നൽകുന്ന ജി പൂങ്കുഴലി ഈ എയർ ക്യാമ്പിലേക്ക് എത്തിയത്. രാവിലെ 5 മണിയോടുകൂടിയാണ് രാഹുലിനെ പാലക്കാട് നിന്ന് എയർ ക്യാമ്പിലേക്ക് എത്തിച്ചത്. വിശദമായി ചോദ്യം ചെയ്തു. ആദ്യഘട്ടത്തിൽ രാഹുൽ നൽകിയിട്ടുള്ള മൊഴി ഉഭയസമ്മത പക്ഷപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിലാണ് ഈ യുവതിയുമായി ഏർപ്പെട്ടത് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് ഉപദ്രവങ്ങളൊന്നും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. തനിക്കും ഈ സ്ത്രീയും തമ്മിൽ നേരത്തെ പരിചയമുണ്ട്. ആ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബന്ധമാണ് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അല്പസമയത്തിനും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ കാണുന്ന എയർ ക്യാമ്പിൽ നിന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി പുറത്തേക്ക് ഇറക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ 2 പരാതികൾ പോലെയല്ല ഈ പരാതി. ഇത് അതീവ ഗൗരവ സ്വഭാവമുള്ള പരാതിയാണ്. SITയെ സംബന്ധിച്ച് അവർ ഈ കേസ് രജിസ്റ്റർ ചെയ്തത് അങ്ങേയറ്റം രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിച്ചിരുന്നു. ഒപ്പം ഈ കേസിൽ SITക്ക് നിർണായകമായി അവരുടെ കയ്യിലുള്ളത് തെളിവുകളാണ്. ഈ പെൺകുട്ടി നൽകിയിട്ടുള്ള പരാതി, അവരുടെ മൊഴി വീഡിയോ കോൺഫറൻസ് വഴി രേഖപ്പെടുത്തി. ഒപ്പം ഭ്രൂണഹത്യ നടത്തിയതിന്റെ രേഖകളും പെൺകുട്ടി കൈമാറിയിട്ടുണ്ട്. മറ്റ് 2 പരാതികളിലും ഇല്ലാത്ത തെളിവിന്റെ ആനുകൂല്യം ഈ കേസിൽ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് SIT വലിയ കോൺഫിഡൻസിലാണ്. ആദ്യഘട്ടത്തിൽ ഈ ചാർജ് ക്രൈം ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് രാഹുൽ ജയിലിലേക്ക് എന്നുള്ള ഇതിന്റെ ഒരു പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇന്ന് തന്നെ രാഹുലിനെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കും. മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും. അതിനുശേഷം തുടർ നടപടികൾ, അതായത് കസ്റ്റഡിയിലടക്കമുള്ള വാങ്ങു നടപടികൾ അതിനുശേഷമായിരിക്കും സ്വീകരിക്കുക. ഇപ്പോൾ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ രാഹുലിനെ ചോദ്യം ചെയ്തു വരികയാണ്. ആദ്യഘട്ട മൊഴിയെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്, ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി വിധേയമാക്കുക. സ്വാഭാവികമായും 12 മണിക്ക് അറസ്റ്റ് ചെയ്തതാണ്. 7:30 വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതിക്ക് നൽകുന്നതിന് മുൻപ്, കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട്. ആ നടപടിക്രമമായിരിക്കും അടുത്തതായി നടത്തുക. അതിനുശേഷം ഈ അറസ്റ്റിന് ശേഷം രാഹുലിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരാൻ പോകുന്നതും ഇവിടെ ഈ എയർ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിലാണ്. ഇതിന്റെ അങ്ങേയറ്റം രഹസ്യ സ്വഭാവത്തിലായിരുന്നു ഈ ഓപ്പറേഷൻ. പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിന്റെ SIT സ്വീകരിച്ച നിലപാട്, അത് ഈ അറസ്റ്റിലും അതോടൊപ്പം തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലുമൊക്കെ ആ രഹസ്യ സ്വഭാവം അവർ പുലർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.